നമസ്കാരം. VMTV സിനിമാ വാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പത്രങ്ങളിലൂടെയൊക്കെ ഒന്ന് വാർത്തകൾ വായിച്ചു പോകുന്ന സമയത്ത് ഒരു ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതായിരുന്നു: കമലഹാസൻ എന്ത് വിചാരിച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ചിന്തിച്ചു, എന്താണ് കമലഹാസനെ സിനിമകളിലൂടെ യാത്ര ചെയ്യുകയാണോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയാണോ, അങ്ങനെ പല പല ചോദ്യങ്ങളിലൂടെ യാത്ര ചെയ്തു. പക്ഷേ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയായിരുന്നു അത്. ചിലപ്പോഴെങ്കിലും പ്രേക്ഷകർ അത് വായിച്ചിട്ടുണ്ടാവുമായിരിക്കാം. നമുക്കറിയാം, പ്രായത്തെ ഭേദിച്ചുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ മലയാളികൾക്കടക്കം സമ്മാനിച്ച ഒരു കലാകാരനാണ് കമലഹാസൻ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന ആക്ഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു. അത് മറ്റ് നടന്മാരിൽ നിന്നും വളരെയധികം മാറ്റവും ഉണ്ടായിരുന്നു. കമലഹാസൻ്റെ ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ പ്രായമേറും തോറും കമലഹാസൻ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ എടുക്കുന്ന കഥാപാത്രങ്ങളുടെ സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത് വളരെ മാറ്റമുള്ള ഒന്ന് തന്നെയായിരുന്നു. പ്രകടനത്തിന് സാധ്യതയുള്ള സിനിമകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കമലഹാസൻ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഒരു സ്വാഗതം അർപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ കമലഹാസൻ്റെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് നിലവിൽ ചർച്ചയാകുന്നത്. ആ വാർത്ത എന്ന് പറയുന്നത്, സംവിധായകൻ H. വിനോദിൻ്റെ ഒരു ചിത്രത്തിൽ കമലഹാസൻ നായകനാകുന്നു എന്നുള്ള ഒരു വാർത്ത കമലഹാസൻ്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഫാൻസിന് വളരെയധികം സന്തോഷമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു. അത് വളരെയധികം ആവേശത്തിലാക്കുകയും ചെയ്തിരുന്നു. ഒരു മിലിറ്ററി പശ്ചാത്തലത്തിലായിരിക്കും കമലഹാസൻ്റെ ചിത്രം ഒരുങ്ങുകയെന്നായിരുന്നു റിപ്പോർട്ടുകൾ. അജിത് കുമാർ നായകനായ ചിത്രങ്ങളുടെ സംവിധായകൻ H. വിനോദുമായി ഉലകനായകൻ കമലഹാസൻ കൈകോർക്കുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ആരാധകർക്ക്. മിലിറ്ററി പശ്ചാത്തലത്തിലുള്ള ചിത്രം ഉപേക്ഷിച്ചെന്ന വാർത്തയും പിന്നീട് എത്തി. അതെന്താണ് കാരണം എന്നുള്ളതാണ് ആർക്കും അറിയില്ല. കമലഹാസൻ ആ സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത വന്നു. പിന്നീട് വന്നത്, എന്തുകൊണ്ടാണ് സംവിധായകൻ H. വിനോദിൻ്റെ സിനിമ ഉപേക്ഷിച്ചതെന്ന് വ്യക്തമായിട്ടില്ല. തമിഴകത്തിൻ്റെ കമലഹാസൻ നായകനാകുന്ന മറ്റൊരു ചിത്രവും വാർത്തകൾ നിറഞ്ഞിരുന്നിരുന്നു. ഉലകനായകൻ കമലഹാസൻ നായകനാകുന്നത് ആക്ഷൻ സംവിധായകരായ അൻപറിവിൻ്റേതാണ്. അത് ഭയങ്കരമായിട്ട് ചർച്ചയുണ്ടാക്കിയതായിരുന്നു. അവരുടെ സിനിമയിൽ നമ്മുടെ കമലഹാസൻ നായകനാകുന്നു എന്നുള്ളൊരു വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായി അൻപറിവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കമലഹാസൻ നായകനാകുമ്പോൾ വമ്പൻ ഹിറ്റ് സിനിമ ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ സിനിമയിൽ നിന്നും താരം പിന്മാറി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിക്കുക. അതായത് ഒരു ബിഗ് ബഡ്ജറ്റ് സൂപ്പർ ഹിറ്റ് ആവാൻ സാധ്യതയുള്ള 2 സിനിമകളിൽ നിന്നും കമലഹാസൻ മാറി നിൽക്കുന്നു എന്നുള്ള ഒരു വാർത്തയും വന്നപ്പോൾ വളരെയധികം വേദനിച്ചു കേട്ടോ. ഞാനൊരു പേഴ്സണലി കമലഹാസൻ്റെ വലിയൊരു ആരാധകനാണ്. ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിലുള്ള ചിത്രം ലിയോയുടെ ആക്ഷൻ അൻപറിവിൻ്റേതായിരുന്നു. അൻപറിവ് ഇരട്ട സഹോദരന്മാരാണ്. ലോകേഷ് കനകരാജിൻ്റെ ഒരു ചിത്രം സംവിധാനം ചെയ്തതും അൻപറിവാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പിന്നീട് ആരും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും തമിഴ് താരത്തിന് മാത്രമല്ല സിനിമാ ലോകത്തിനും നഷ്ടമുണ്ടാകുമെന്നാണ് കമലഹാസൻ്റെ ഈ പിന്മാറ്റം എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്താണ് കമലഹാസൻ സാർ ഇങ്ങനെ ഹിറ്റാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എത്രയോ കോടി ക്ലബിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള 2 ചിത്രത്തിൽ നിന്നും താങ്കൾ എന്തുകൊണ്ടാണ് പിന്മാറിയത് എന്നുള്ളത് ലോകത്തുള്ള താങ്കളുടെ ഒരുപാട് ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഫാൻസ് ടീമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു പിന്മാറ്റം മാറ്റി വീണ്ടും ആ സിനിമയിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കുമുണ്ട്. താങ്കളുടെ ഇനിയും ഒരുപാട് സിനിമകൾ കാണണം എന്നുള്ള, ഒരുപാട് കഥാപാത്രങ്ങൾ ആസ്വദിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഞങ്ങൾക്കുണ്ട്. നന്ദി, നമസ്കാരം.